അസ്സലാമലൈക്കും. എന്തൊക്കെ സുഖമല്ല എല്ലാവർക്കും? മക്കളെ, ഇതാണ് നെയ്വട. നല്ല അടിപൊളി നെയ്വടയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെ നെയ്വട ഉണ്ടാക്കാൻ നോക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല സൂപ്പറായിട്ട് വരും. കണ്ടെങ്കിൽ എന്താ സാധനം. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കി എന്തൊക്കെയാണ് ഇത് ചേർത്തത് എന്നുള്ളതൊക്കെ ഒന്ന് കാണാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും. ഓക്കെ, ആദ്യം നമ്മൾ പഞ്ചസാര ഇതുപോലെ ഒരു 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഇത്ര മതി വെള്ളം. 2 ഏലക്കായി, ഒരു കഷ്ണം നാരങ്ങ. എന്നിട്ട് നല്ലോണം അത് തിളപ്പിച്ചെടുക്കുക. ഒരു നൂല് പരുവത്തിൽ, ഒറ്റ നൂല് പരുവത്തിലാണ് ഇത് കിട്ടേണ്ടത്. അപ്പം അതുവരെ ഒന്ന് വെന്ത് റെഡിയാകട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ബോൾ എടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് മൈദ. എന്താ നമ്മൾ എടുക്കുന്നത്, അതിന് അത് അളന്നിട്ട് 1 കപ്പ് മൈദ ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഇപ്പം ഈ ഒരു ബോളാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 200 ഗ്രാം പഞ്ചസാര, ഒരു 100 ഗ്രാം ബട്ടർ. അതിനുശേഷം നെയ്യാണിത്, 6 kg ആണ്. ഇതൊരു 3 സ്പൂണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തൈരാണ് വേണ്ടത്. ഒരു 2 സ്പൂണ് തൈര്, ഒരു പിഞ്ച് ഉപ്പ്. അതിനുശേഷം ഒരല്പം മഞ്ഞ കളറ്, ഒരു പിഞ്ച് സോഡ, 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരൊറ്റ മുട്ട, ഒരല്പം ഏലക്കായി പൊടിച്ചത്. ഇത്രയും സാധനം ഇത് മിക്സ് ചെയ്തുകൊണ്ട് എടുക്കണം. നന്നാക്കി മിക്സ് ചെയ്ത് ബോളുമാതിരി, നമ്മളെ പൊറോട്ടൊക്കെ കുഴക്കണ മാതിരി ബോൾ ചെയ്തെടുക്കണം. ഇതുപോലെ 1 സ്പൂണ് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നാക്കി മിക്സ് ചെയ്തുകൊണ്ട് നല്ല ടൈറ്റിൽ എടുക്കണം. ഈ ബട്ടറും നെയ്യെല്ലാം കുറച്ച് ലൂസ് വരാത്തത് കൊണ്ടേ നന്നാക്കി ഇത് മിക്സ് ചെയ്തുകൊണ്ട് എടുക്കാം. ഇപ്പം നമ്മൾ പഞ്ചസാര ഒരുവിധം തിളച്ച് വന്നിട്ട് ഇനിയും ഒന്നുകൂടി ഇത് കുറുകി ആവാനുണ്ട്.
ഇനി നമുക്കിത് ഓരോ ബോളാക്കി എടുക്കണം. നമ്മൾ ഈ പൊറോട്ടക്കൊക്കെ മാവ് വയ്ക്കണ മാതിരി, മാവ് ബോൾ കൂട്ടണ മാതിരി ഇതുപോലെ ഓരോ ബോളാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബോൾ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ച് പരത്തി കൊടുക്കുക. എന്നിട്ട് നടുവിലൊരു ഓട്ട കൊടുക്കുക. അപ്പോൾ ഇത് റെഡി ആകുമ്പോൾ നമ്മൾ എണ്ണ അവിടെ ചൂടാക്കി വെക്കുന്നുണ്ട് ഞാൻ. ഇത് നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ എല്ലാതും ഓട്ട കുത്തിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. നമ്മളെ പഞ്ചസാര പൊതുവെ റെഡി ആയിക്കും കേട്ടോ. ഒരുവിധം നൂല് മാതിരി ആവണുണ്ട്. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് എണ്ണ എല്ലാം പറഞ്ഞ് നല്ല ചൂടായി വന്നിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച സാധനം ഇട്ട് കൊടുക്കാം. ചട്ടിൻ്റെ അടിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കുക. ചിലപ്പം അടിയിൽ ഇങ്ങനെ പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ തീ വളരെ കുറച്ചാണ് ഞാൻ വെച്ചിരുന്നത്. നമ്മൾ ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. തീ ഓവറായി കഴിഞ്ഞാൽ ഇത് കുക്കിംഗ് ക്ലിയർ ആവില്ല. ചെറിയ തീയിൽ കിടന്ന് വേവട്ടെ. ഇപ്പോൾ നല്ല ഒരുവിധം നല്ല ക്ലിയർ ആയിട്ട് വെന്ത് വരുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഇതളായിട്ട് കണക്കാൻ വരുന്നുണ്ട്. ഒന്നുകൂടി കുക്കായി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരുവിധം നമ്മളെ നെയ്വട റെഡി ആയിക്കണേ. അപ്പോൾ ഇത് നമുക്ക് കോരി എടുക്കണം. ഇതിൽ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, എണ്ണൻ്റെ മേലേക്ക് പൊന്തി വന്നു കഴിഞ്ഞാൽ അതൊരു 90% കുക്ക് അയക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ തീ കുറച്ച് വെച്ചതിന് ശേഷം ലാസ്റ്റ് എടുക്കാൻ നേരത്ത് ഒന്ന് തീ കൂട്ടണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ എണ്ണ ഇതുമ്പോൾ കൂടുതലായിട്ട് പിടിക്കും. അങ്ങനെ ചെയ്താൽ എണ്ണ പിടിക്കൽ കുറവാകും. ഇനി നമുക്കിതൊന്ന് എടുത്ത് കണ്ട ഒരു സ്റ്റീനർക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളെ വട ഓരോന്നായിട്ട് നമ്മൾ ഈ പഞ്ചസാര ലായനിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയിൽ ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നെയ്വട റെഡിയായി. അപ്പോൾ ഇത്ര സിമ്പിളാണ് പരിപാടി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വരും എന്താ സോഫ്റ്റ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഫുള്ള് വീഡിയോ കാണണം. അതിന് ശേഷം എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ഓക്കെ.